ചിത്രത്തിൽ പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച അഞ്ജുവിന്റെ അമ്മായിയമ്മ ലീലാമ്മയായി തിരുശ്ശേരിയിലെത്തിയ ഉർവശി വിസ്മയിപ്പിക്കുകയായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിറവിൽ നിൽക്കുമ്പോഴും സഹതാരങ്ങളെ അഭിനന്ദിക്കുകയായിരുന്നു ഉർവശി. പാർവതി എതിർവശത്തുണ്ടായിരുന്നതുകൊണ്ടാണ് അത്രയും മികച്ചതായി അഭിനയിക്കാൻ കഴിയുന്നതെന്നാണ് ഉർവശി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പ്രതികരിച്ചത്. അഭിനയിക്കുമ്പോൾ ഒരിക്കലും അവാർഡ് നമ്മുടെ മനസ്സിൽ വരാറില്ലെന്നും ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്നയാണെന്നും അദ്ദേഹം ഓക്കെ പറയുന്നതാണ് അവാർഡ് എന്നുമാണ് ഈ വാർത്തയോടുള്ള ഉർവശിയുടെ ആദ്യ പ്രതികരണം. ആറാമത്തെ പുരസ്കാരമാണ് ഇതെന്ന് താൻ എണ്ണിയിട്ടില്ലെന്നും പാർവതിയുമായി മികച്ച അഭിനയം തന്നെയായിരുന്നു ഉള്ളൊഴുക്കിൽ നടന്നതെന്നും പാർവതിയുടെയും വളരെ മികച്ച പ്രകടനമായിരുന്നുവെന്നും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നെന്നും ഉർവശി പറയുന്നുണ്ട്. പടം റിലീസ് ചെയ്തതിന് പിന്നാലെ ഓരോരുത്തരും പ്രശംസിക്കുന്നത് ഓരോ അവാർഡായിട്ടാണ് താൻ സ്വീകരിക്കുന്നതെന്നും ഉർവശി പറയുകയാണ്. സർക്കാർ തലത്തിലുള്ള ആ പ്രശംസ അംഗീകാരമായി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഒരു സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ നോക്കുന്ന മാർക്ക് പോലെയാണ് തനിക്ക് അവാർഡെന്നും ഉള്ളൊഴുക്കിനെ സംബന്ധിച്ചിടത്തോളം താൻ മാനസികമായും ശാരീരികമായും ഒരുപാട് വിഷമതകൾ നേരിട്ട സമയം കൂടിയായിരുന്നുവെന്നും ഉർവശി കൂട്ടിച്ചേർക്കുകയാണ്. 1989 മഴവിൽക്കാവടി, വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലൂടെയായിരുന്നു ഉർവശി ആദ്യമായി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടുന്നത്. 1990 തലയാള മന്ത്രത്തിലൂടെയും 1991 പടിഞ്ഞൂക്കല്യാസം പാക്കത്തുള്ള 1000, ഭരിതം, മുഖചിത്രം എന്നീ ചിത്രങ്ങളിലൂടെയും 1995 കഴകത്തിലൂടെയും 2006 മധുചന്ദ്രലേഖയിലൂടെയുമാണ് അവാർഡുകൾ നേടിയത്. 2006 അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള അവാർഡും ഉർവശിക്ക് ലഭിച്ചിട്ടുണ്ട്. 1977 8ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉർവശി 80കളിലും 90കളിലും മലയാളത്തിലെ ഏറ്റവും സ്ഥിരപ്പുള്ള നടിയായിരുന്നു. മലയാളം, തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1983 13ാം വയസ്സിലാണ് ആദ്യമായി ഉർവശി നായികയായി വേഷമിടുന്നത്. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രമാണ് ആദ്യം അഭിനയിച്ചതെങ്കിലും 3 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സിനിമ റിലീസാകുന്നത്. നായികയായി റിലീസായ ആദ്യ ചിത്രം 1983 പുറത്തിറങ്ങിയ മുണ്ടാടി മൂർച്ചയായിരുന്നു. ഈ സിനിമ വലിയ വിജയമായി. ആ വിജയം ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വൻ വഴിത്തിരിവായി മാറുകയായിരുന്നു. തുടർന്നങ്ങോട്ട് മലയാളി മനസ്സിൽ ചേക്കേറിയ സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങളായി ഉർവശി സൗത്ത് ഇന്ത്യയുടെ പ്രിയ നടിമാരുടെ ലിസ്റ്റിലേക്ക് എത്തുകയായിരുന്നു.